2024 ക്ലബ് ഫുട്ബോളിന്റെ എല്ലാവിധ വീറും വാശിയും ഇവിടെ അവസാനിച്ചു തുടങ്ങുകയാണ്. ചില ക്ലബ്ബുകൾ ഇനി വരാൻ പോകുന്ന സീസണെ മുൻനിർത്തിക്കൊണ്ട് മികച്ച സൈനികങ്ങൾ നടത്താനിരിക്കുമ്പോൾ നമ്മളെ ഒരു പവിട്ടാണ്ടിന് മേലെ ആവേശപ്പെടുത്തിയ പല താരങ്ങളും കൂട്ടയച്ചു തുടങ്ങുകയാണ്. ചില താരങ്ങൾ അവരെ ഐഡലാക്കിയ ആ ക്ലബ്ബ് വിട്ട് പുതിയ ക്ലബിലേക്ക് ചേക്കേറാൻ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ചില ഇതിഹാസ താരങ്ങളെ നമുക്കൊന്ന് നോക്കാം. മാർക്കോ ലൂയിസ്. ഡോട്ട്മുണ്ടിന് വേണ്ടി 12 വർഷം അയാൾ ബൂട്ട് കെട്ടിയപ്പോൾ വിജയത്തിലും പരാജയത്തിലുമെല്ലാം ഒരുപോലെ കൂടെ നിന്ന ആ സുവർണ കാലഘട്ടം അവരെ വിട്ടൊഴിഞ്ഞു പോകുന്നത് ഇന്നും ഓരോ ഡോട്ട്മുണ്ട് ആരാധകനും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാർക്കോ ലൂയിസിനേക്കാൾ മികച്ച താരങ്ങളെ അവരുടെ ഫാക്ടറിയിൽ നിന്നും വളർത്തിയെടുത്ത ഒരു ചരിത്രമുള്ള വലിയ ക്ലബ്ബ് തന്നെയാണ് ഡോട്ട്മുണ്ട്. എന്നാൽ മാർക്കോ ലൂയിസിനേക്കാൾ മികച്ച താരങ്ങളെ ഡോട്ട്മുണ്ട് കാലത്തിന്റെ കുത്തുപൈക്ക് പ്രകാരം വിറ്റൊഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 12 വർഷത്തോളം ഡോട്ട്മുണ്ട് മാർക്കോ ലൂയിസിനെ പോലെയുള്ള ഒരു താരത്തെ അവിടെ നിലനിർത്തണമെങ്കിൽ ആ ക്ലബിനോടുള്ള കൂറുകൊണ്ട് മാത്രമാണ് മാർക്കോ ലൂയിസിനെ ഇത്രയും കാലം അവർ നിലനിർത്തിയത്. 12 വർഷങ്ങൾക്കിപ്പുറം ആ മഞ്ഞ ജേഴ്സി അയാൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകണം. തൻ്റെ അവസാന മത്സരം UCL ഫൈനലാണ് എന്നും ആ കിരീടം അവർക്ക് നേടിക്കൊടുത്ത് സന്തോഷത്തോടു കൂടി ആ ക്ലബിനോട് വിട പറയണമെന്ന്. എന്നാൽ അത് റിയൽ മാഡ്രിഡ് ഉയർത്തുമ്പോൾ ഒരു പക്ഷേ അയാളുടെ നെഞ്ച് വിതുമ്പിയിട്ടുണ്ടാകണം. അയാൾ പതിയെ ആ മഞ്ഞ ജേഴ്സിയും ഊരിവെച്ച് അവരോട് വിട പറഞ്ഞിരിക്കുകയാണ്. റിയൽ മാഡ്രിഡിന്റെ തൂവള്ള ജേഴ്സിയിൽ നിന്നും ഒരു പവിട്ടാണ്ടിന് ശേഷം അവരുടെ ജർമ്മൻ സ്നൈപ്പർ പതിയെ പടിയിറങ്ങുകയാണ് യത്രേ. ഇന്നും റിയൽ മാഡ്രിഡിന് ഒരുപക്ഷെ റീപ്ലേസ്മെന്റ് അനിവാര്യമായ ആ മധ്യനിരയിലേക്ക് മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിലും ടോണി ക്രൂസിന് പകരം വെക്കാൻ ഇന്നും റിയൽ മാഡ്രിഡിന് സാധിച്ചു എന്ന് വരികയില്ല. അയാളുടെ കരിയറിലെ തന്നെ പ്രോപ്പറായ ഒരു ടൈമിൽ അയാൾ വിരമിക്കുന്നു എന്നത് ഓരോ റിയൽ മാഡ്രിഡ് ആരാധകനും വളരെ വിഷമതയോടെയായിരിക്കും ആ വാർത്ത കേട്ടിട്ടുണ്ടാവുക. ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലോടുകൂടി അയാൾ ആ ക്ലബിനോടുള്ള എല്ലാവിധ ബന്ധവും അയാൾ അവസാനിപ്പിക്കുകയാണ് യത്രേ. അയാൾ പതിയെ ബൂട്ടയച്ചു വെക്കുകയാണ്. രാജ്യാന്തര ഫുട്ബോളിൽ ഇനി ഈ യൂറോ കപ്പ് അവസാനിച്ചതോടുകൂടി അയാളെ ഇനി ഫുട്ബോളിൽ തന്നെ കാണാൻ കഴിയുകയില്ല. അയാൾ പതിയെ ആ ഫുട്ബോളിൽ നിന്നും പടിയിറങ്ങുകയാണ്. അയാളുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ടൈമിലാണ് അയാൾ പതിയെ പടിയിറങ്ങുന്നത്. ഒരുപക്ഷെ അയാളുടെ ഏറ്റവും മികച്ച ഡിസിഷൻ തന്നെയായിരിക്കാം.